ലക്നൗ നഗരത്തിലെ പ്രശസ്തമായ സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയുടെ എമർജൻസി വാർഡിന് മുന്നിൽ അന്നൊരു പ്രത്യേക തിരക്കായിരുന്നു. വായുവിൽ മരുന്നുകളുടെ കടുപ്പമേറിയ മണവും ആളുകളുടെ പരിഭ്രാന്തി നിറഞ്ഞു നിന്നു. സങ്കടക്കടലിലായ ആ അന്തരീക്ഷത്തിലൂടെ നഴ്സുമാർ ഒരു സ്ട്രെച്ചർ വേഗത്തിൽ അകത്തേക്ക് തള്ളി നീക്കി. അതിൽ കടുത്ത ശ്വാസതടസ്സം മൂലം നെഞ്ചി വിങ്ങിപ്പൊട്ടുന്ന ഒരു വൃദ്ധയുണ്ടായിരുന്നു. അവരുടെ പേര് ശാരദാ ദേവി എന്നായിരുന്നു. രോഗത്തിന്റെ കാഠിന്യം കാരണം അവരുടെ മുഖമാകെ വിളറി വെളുത്തിരുന്നു. ജീവൻ നിലനിർത്താനായി ഓരോ ശ്വാസവും വലിയൊരു യുദ്ധം പോലെയാണ് ആ അമ്മ എടുത്തുകൊണ്ടിരുന്നത്. അവരുടെ സ്ട്രെച്ചറിന് ഇരുവശത്തുമായി മകൻ അമിതും മരുമകൾ നേഹയും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൗതുകകരം എന്ന് പറയട്ടെ, അവരുടെ മുഖത്ത് സ്വന്തം അമ്മയുടെ ഈ അവസ്ഥയിലുള്ള സങ്കടമോ ആകുലതയോ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് പകരം തികഞ്ഞ അസ്വസ്ഥതയും വെപ്രാളവുമായിരുന്നു ആ മുഖങ്ങളിൽ നിഴലിച്ചിരുന്നത്. അമിത് ഇടയ്ക്കിടെ തന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുന്നത് പോലെയായിരുന്നു അവന്റെ ഓരോ ചലനങ്ങളും. കൂടിയുള്ള നേഹയാകട്ടെ ചുറ്റുമുള്ള ആളുകളെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് അമിത്തിന്റെ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അടിയന്തര പരിശോധനകൾക്ക് ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മീര ശർമ്മ വാർഡിന് പുറത്തേക്ക് വന്നു. അവർ അമിത്തിനെ അരികിലേക്ക് വിളിച്ച് ഗൗരവത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ വളരെ ഗുരുതരമാണ്. ശ്വാസകോശത്തെ കടുത്ത രീതിയിൽ ബാധിച്ച അണുബാധയുണ്ട്. പ്രായത്തിൻ്റെതായ തളർച്ച കാരണം ശരീരം ആകെ ദുർബലമായിരിക്കുകയാണ്. വളരെ നീണ്ട നാളത്തെ വിദഗ്ധ ചികിത്സ ഇതിന് ആവശ്യമായി വരും. ഒപ്പം വലിയൊരു തുക ചിലവും പ്രതീക്ഷിക്കണം. ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ടതും അമിതും നേഹയും ഞെട്ടലോടെ പരസ്പരം നോക്കി. ആ നിമിഷം അവരുടെ കണ്ണുകളിൽ അമ്മയോടുള്ള സ്നേഹമല്ല, മറിച്ച് കടുത്ത സ്വാർത്ഥതയും പണത്തോടുള്ള ആർത്തിയും മാത്രമാണ് തെളിഞ്ഞു കണ്ടത്. ഇത്രയും വലിയൊരു തുക നമ്മൾ എവിടെ നിന്നുണ്ടാക്കാനാണ് അമിത്? നമ്മുടെ പ്രതിമാസ വീട്ടുചെലവുകളും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ ഇതിനിടയിൽ എങ്ങനെ നോക്കും? നേഹ വളരെ പതുക്കെ എന്നാൽ കടുപ്പമേറിയ സ്വരത്തിൽ അമിത്തിന്റെ ചെവിയിൽ ചോദിച്ചു. ഭാര്യയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ അമിത് തലതാഴ്ത്തി നിന്നു. അമ്മയുടെ ജീവനേക്കാൾ അവർക്ക് വലുത് പണമായിരുന്നു. അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ ഹോസ്പിറ്റലിലെ പ്രവേശന ഫോമുകൾ വേഗത്തിൽ പൂരിപ്പിച്ചു നൽകി. തുടർന്ന് ഡോക്ടറുടെ അരികിലേക്ക് ചെന്ന് തികഞ്ഞ വ്യാജഭാവത്തോടെ പറഞ്ഞു, ഞങ്ങൾ പുറത്തുപോയി അമ്മയ്ക്ക് അടിയന്തരമായി നൽകേണ്ട മരുന്നുകൾ വാങ്ങി ഇപ്പോൾ തന്നെ വരാം. ആ വാക്കുകൾ പറയുമ്പോൾ പിടിക്കപ്പെടുമോ എന്ന നേരിയൊരു വിറയൽ അവന്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. ആശുപത്രി വാർഡിനുള്ളിലെ തണുത്ത ബെഡിൽ കിടക്കുമ്പോഴും ശാരദാ ദേവിയുടെ മങ്ങിയ കണ്ണുകൾ ആ വലിയ വാതിലിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. തന്റെ മകൻ മരുന്നുകളുമായി ഇപ്പോൾ ഓടിയെത്തുമെന്ന് ആ പാവം അമ്മ ഹൃദയപൂർവ്വം വിശ്വസിച്ചു. വാതിലിന് പുറത്തു കേൾക്കുന്ന ഓരോ അപരിചിതമായ കാലൊച്ചിയിലും അവർ വലിയ പ്രതീക്ഷയോടെ തല ഉയർത്തി നോക്കും. എന്നാൽ തങ്ങളെ നോക്കാൻ ആരുമില്ലെന്ന് കണ്ട് നിരാശയോടെ വീണ്ടും കിടക്കിയിലേക്ക് തലചായ്ക്കും. മണിക്കൂറുകൾ ഒന്നിനു പുറകെ ഒന്നായി കൊഴിഞ്ഞു പോയിട്ടും അമിത് തിരിച്ചു വന്നില്ല. പുറത്തെ പകൽ വെളിച്ചം പതുക്കെ ഇരുളിന് വഴിമാറാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സ് അവരുടെ അരികിലേക്ക് വന്ന് സങ്കടത്തോടെ ചോദിച്ചു, അമ്മേ, നിങ്ങളുടെ കൂടെ ഒരു മകനും മരുമകളും വന്നിരുന്നല്ലോ, അവർ എവിടെ പോയി? ഈ രാത്രിയിൽ ഇവിടെ നിങ്ങളെ നോക്കാൻ വേറെ ആരുമില്ലേ? ശാരദാ ദേവി തന്റെ വരണ്ടുണങ്ങിയ തൊണ്ടയോടെ പതുക്കെ പറഞ്ഞു, എന്റെ മകൻ എനിക്ക് കഴിക്കാനുള്ള മരുന്ന് വാങ്ങാൻ ടൗണിലേക്ക് പോയതാണ് മോളെ, അവൻ ഇപ്പോ വരും. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് നേഴ്സ് അമിത്തിന്റെ നമ്പറിലേക്ക് സ്വന്തം ഫോണിൽ നിന്നും വിളിച്ചു നോക്കി. എന്നാൽ ആ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. രാത്രി ആയതോടെ വലിയ ആ ആശുപത്രി വാർഡ് ആകെ മൂകമായി മാറി. മെഷീനുകളുടെ ഭയപ്പെടുത്തുന്ന ബീപ് ശബ്ദവും മറ്റു രോഗികളുടെ നേർത്ത ആർദ്രനാദങ്ങളും മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. സ്വന്തം ചോര കൈവിട്ടു എന്ന കടുത്ത വേദനയും ഒറ്റപ്പെടലും കൊണ്ട് ആ അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. രാത്രി 12 മണിയോടടുത്തു. ജനത്തിരക്കൊഴിഞ്ഞ ആശുപത്രി വാർഡുകൾ പകുതി ഇരുട്ടിലായി കഴിഞ്ഞിരുന്നു. നേർത്ത ലൈറ്റുകളുടെ വെളിച്ചം മാത്രമാണ് ആ വലിയ ഹാളിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് കയ്യിൽ ഒരു ചൂലും തറ തുടയ്ക്കുന്ന തുണിയുമായി മെലിഞ്ഞുണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ആ വാർഡിലേക്ക് കടന്നു വന്നത്. അവന്റെ പേര് രാജു എന്നായിരുന്നു. ആ വലിയ ആശുപത്രിയിലെ ഒരു താൽക്കാലിക ശുചീകരണ തൊഴിലാളിയായിരുന്നു അവൻ. 12-ാം നമ്പർ ബെഡിന് അരികിലൂടെ തറ വൃത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെ കിടക്കുന്ന വൃദ്ധയായ അമ്മയുടെ ചുണ്ടുകൾ നേർത്ത രീതിയിൽ ചലിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. വേദന കൊണ്ടും ദാഹം കൊണ്ടും അവർ പിടയുകയായിരുന്നു. രാജു പതുക്കെ തന്റെ കയ്യിലിരുന്ന ചൂൽ മാറ്റിവെച്ച് അവരുടെ അരികിലേക്ക് നടന്നു ചെന്നു. അമ്മേ, നിങ്ങൾക്ക് വെള്ളം വേണോ? രാജു വളരെ ലളിതമായും സൗമ്യമായും ചോദിച്ചു. ശാരദാ ദേവി കണ്ണു തുറന്ന് അവനെ നോക്കി വളരെ പ്രയാസപ്പെട്ട് തലയാട്ടി. രാജു ഒട്ടും മടിച്ചില്ല. അവൻ മേശപ്പുറത്തിരുന്ന ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു. അതിനുശേഷം ആ അമ്മയെ പതുക്കെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. ആ ഗ്ലാസ് അവളുടെ ചുണ്ടുകളോട് ചേർത്ത് പിടിച്ച് വെള്ളം കുടിപ്പിച്ചു. തണുത്ത വെള്ളം തൊണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ആ വൃദ്ധയുടെ കണ്ണുകളിൽ വലിയൊരു ആശ്വാസം പ്രകടമായി. ഒപ്പം അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മോനെ, എന്റെ മകൻ അമിത് പുറത്തു വന്നിട്ടുണ്ടോ? അവൻ ആ മരുന്നുകളുമായി എത്തിയോ?
അവർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പ്രതീക്ഷയോടെ അവനോട് ചോദിച്ചു. വാർഡിന് ചുറ്റും നോക്കിയ രാജുവിന് അവിടെ ആ അമ്മയെ നോക്കാൻ ആരും കൂടിയില്ലെന്ന സത്യം പെട്ടെന്ന് മനസ്സിലായി. എന്നാൽ ആ പാവം അമ്മയെ ഈ രാത്രിയിൽ കൂടുതൽ സങ്കടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൻ ഒരു കള്ളം പറയാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മകൻ പുറത്തുണ്ടാകും അമ്മേ, ചിലപ്പോൾ ഡോക്ടറെ കാണുകയായിരിക്കും. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, പതുക്കെ കിടക്കൂ. രാജു അവരെ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി തന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും രാജു ആ ഹോസ്പിറ്റൽ വാർഡിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. കാരണം ആ ബെഡിൽ ഒരമ്മ തനിച്ചാണെന്ന ചിന്ത അവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അരികിൽ വന്ന് തലയിണകൾ ശരിയായ രീതിയിൽ വെച്ചുകൊടുത്തു. തണുപ്പടിക്കാതിരിക്കാൻ പുതപ്പ് ശരീരത്തിലേക്ക് വലിച്ചിട്ടു. അവർക്ക് കടുത്ത ചുമ വന്നപ്പോൾ ഓടിച്ചെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിനെ വിളിച്ചുകൊണ്ടുവന്നു. ഇതൊന്നും അവന്റെ ജോലിയുടെ ഭാഗമായിരുന്നില്ല. എങ്കിലും ആ അമ്മയുടെ സങ്കടാവസ്ഥ അവന്റെ മനസ്സ് അലിയിച്ചിരുന്നു. അർദ്ധരാത്രിയിൽ കടുത്ത ശ്വാസതടസ്സം വന്ന് ശാരദാദേവി വലിയ പരിഭ്രാന്തിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ രാജു ഓടിയെത്തി അവരുടെ പുറം പതുക്കെ തടവി കൊടുത്തു. അവർക്ക് ആവശ്യമായി പരിചരണം നൽകി. ശ്വാസം നേരെയായപ്പോൾ ശാരദാദേവി അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ ആരാണ് മോനെ? എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? എന്റെ സ്വന്തം ചോര പോലും എന്നെ കൈവിട്ട ഈ സമയത്ത് നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? അവർ സങ്കടത്തോടെ ചോദിച്ചു. രാജു അവരുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിവിടെ തറ തുടിക്കുന്ന പാവൻ രാജുവാണ് അമ്മേ, നിങ്ങൾ വിഷമിക്കാതിരിക്ക്. ആ മറുപടി കേട്ടതും ശാരദാദേവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. ഈ രാത്രി നീ ഇവിടെ കാവലായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേദന സഹിക്കാനാവാതെ ചത്തുപോയെന്നെ മോനെ, അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. രാജുവിന് ആ വാക്കുകൾ കേട്ടപ്പോൾ മറുപടിയായി എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. കാരണം തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും സ്നേഹവും നന്ദിയും നിറഞ്ഞ വാക്കുകൾ ആരും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഹോസ്പിറ്റൽ പതിവ് പോലെ വലിയ തിരക്കായി മാറി. ഡോക്ടർമാരും നഴ്സുമാരും വാർഡിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാ രോഗികളുടെ അരികിലും അവരെ പരിചരിക്കാനും സംസാരിക്കാനും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ചിലർ അവർക്ക് രാവിലെ കഴിക്കാനുള്ള ആഹാരം നൽകുന്നു, ചിലർ സ്നേഹത്തോടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. എന്നാൽ 12-ാം നമ്പർ ബെഡിൽ മാത്രം ആരും വന്നില്ല. രാജു ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ ശാരദാദേവി ഇപ്പോഴും ആ വലിയ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് അവൻ കണ്ടു. മകൻ ഇപ്പോ വരുമെന്ന ആ പാവം അമ്മയുടെ പ്രതീക്ഷ അപ്പോഴും പൂർണ്ണമായി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയായിട്ടും ആരും വരാതിരുന്നപ്പോൾ അവർ രാജുവിനെ അരികിലേക്ക് വിളിച്ച് അമിത്തിന്റെ നമ്പറിലേക്ക് ഒന്നും കൂടി വിളിക്കാൻ വളരെ ദയനീയമായി ആവശ്യപ്പെട്ടു. രാജു വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. എന്നാൽ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന സന്ദേശം മാത്രമാണ് ലഭിച്ചത്. ആ അമ്മയുടെ മനസ്സിലെ അവസാനത്തെ പ്രതീക്ഷകളും പതുക്കെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. താൻ ഈ ലോകത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി എന്ന കഠിനമായ സത്യം അവർ തിരിച്ചറിയുകയായിരുന്നു. മറുഭാഗത്ത് അമിതും ഭാര്യ സ്നേഹയും ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ തുടക്കത്തിൽ ഒരു ടാക്സി വിളിച്ച് ആ നഗരത്തിന് പുറത്തേക്ക് പോയിരുന്നു. യാത്രക്കിടയിൽ ടാക്സിയിൽ ഇരുന്ന് നേഹ അമിതിനെ പലവിധ കാര്യങ്ങൾ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഹോസ്പിറ്റലിലെ ഭീമമായ ചിലവുകൾ താങ്ങാൻ ഒട്ടും കഴിയില്ല അമിത്. മാസങ്ങളോളം അമ്മ അവിടെ കിടക്കേണ്ടി വന്നാൽ നമ്മുടെ കടം ഇനിയും കൂടും. അതുകൊണ്ട് നമുക്ക് ഈ നഗരം വിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് മാറി തികച്ചും പുതിയൊരു ജീവിതം തുടങ്ങാം എന്ന് നേഹ തുടർച്ചയായി പറഞ്ഞു. അമിത് ആദ്യം മാനസികമായി അല്പം മടിച്ചെങ്കിലും ഒടുവിൽ ഭാര്യയുടെ കടുപ്പമേറിയ വാക്കുകൾക്ക് മുന്നിൽ അവൻ കീഴടങ്ങി. സ്വന്തം അമ്മയെ പൂർണ്ണമായി മറക്കാൻ അവർ തീരുമാനിച്ചു. അവർ തങ്ങളുടെ ഫോണിലെ സിം കാർഡുകൾ വരെ ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞ് ബന്ധപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു. അതേസമയം ആശുപത്രിയിൽ ശാരദാദേവിയുടെ ശാരീരിക നില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്വാസകോശത്തിലെ രോഗത്തെക്കാൾ ഉപരി അവരെ മാനസികമായി തളർത്തിയത് സ്വന്തം മകന്റെ ക്രൂരമായ വഞ്ചനയായിരുന്നു. താൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ചിന്ത അവരെ കടുത്ത സങ്കടത്തിലാക്കി. അവർ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ആഹാരം കഴിക്കാൻ പോലും പൂർണ്ണമായി വിസമ്മതിച്ചു. ഈ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ രാജു നേരെ ഹോസ്പിറ്റൽ ക്യാന്റീനിൽ പോയി തന്റെ കയ്യിലെ പണം ഉപയോഗിച്ച് അവർക്കായി കുറച്ച് കഞ്ഞി വാങ്ങി വാർഡിലേക്ക് തിരിച്ചെത്തി. അവൻ അത് ശാരദാദേവിക്ക് നേരെ പതുക്കെ നീട്ടി. അമ്മേ, ദയവായി കുറച്ചെങ്കിലും ഇത് കുടിക്കേ. അവൻ വളരെ സ്നേഹത്തോടെ അവരെ നിർബന്ധിച്ചു. ശാരദാദേവി കണ്ണുനീരോടെ അവനെ നോക്കി. എന്റെ മോൻ എന്നെ ഇവിടെ തനിച്ചാക്കി വേണ്ടെന്ന് വെച്ച് പോയല്ലടാ മോനെ എന്ന കടുത്ത വേദനയോടെ ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ രാജു നിശബ്ദനായി നിന്നു. അവൻ അവരെ പതുക്കെ താങ്ങിയിരുത്തി ആഹാരം കഴിപ്പിച്ചു. കുറച്ച് കഞ്ഞി കുടിച്ച ശേഷം അവർ രാജുവിനെ കൈകളിൽ മുറുകെ പിടിച്ചു. മറ്റുള്ളവരെ പോലെ നീയും എന്നെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോകുമോ എന്ന് അവർ ഭയത്തോടെ ചോദിച്ചു. രാജു ഒട്ടും ആലോചിക്കാതെ ഉറപ്പുള്ള ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങളെ വിട്ട് എങ്ങും പോകില്ല അമ്മേ, ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ മീര ശർമ്മ രോഗികളെ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി റൗണ്ട്സിനായി ആ വാർഡിൽ എത്തിയതായിരുന്നു. അവർ ശാരദാദേവിയുടെ മെഡിക്കൽ ഫയൽ വിശദമായി പരിശോധിച്ച ശേഷം കൂടെയുണ്ടായിരുന്ന നേഴ്സിനോട് ഗൗരവത്തിൽ ചോദിച്ചു. ഇവരുടെ കൂടെ വന്ന ആൾക്കാർ എവിടെ പോയി? കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നേഴ്സ് വളരെ സങ്കടത്തോടെ മറുപടി നൽകി.
മേഡം, അവന്റെ മകൻ ഇവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണെന്ന് തോന്നുന്നു. അവരെ അന്വേഷിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല. മകന്റെ ഈ ക്രൂരതയോർത്ത് ഡോക്ടർ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നിൽക്കുമ്പോഴാണ് അരികിൽ ഒതുങ്ങി നിൽക്കുന്ന രാജുവിനെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിന്റെ ജോലി സമയം കഴിഞ്ഞിട്ടും നീ എന്താണ് ഇപ്പോഴും ഈ രോഗിയുടെ അരികിൽ തന്നെ നിൽക്കുന്നത്? ഡോക്ടർ അവനോട് ചോദിച്ചു. രാജു അല്പം ഭയത്തോടെ പതുക്കെ പറഞ്ഞു, മേഡം, ഈ അമ്മയ്ക്ക് ഇവിടെ ആരുമില്ല, പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ നിന്നതാണ്. ഡോക്ടർ അവന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി. അവന്റെ കണ്ണുകളിൽ യാതൊരുവിധ സ്വാർത്ഥതയോ കള്ളത്തരം നിറഞ്ഞ ഭാവങ്ങളോ ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം രാജു പുറത്തുപോയി തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ തുകയും എടുത്ത് 2 ആപ്പിളും 1 ഓറഞ്ചും വാങ്ങി ശാരദാദേവിയുടെ അരികിലെത്തി. യഥാർത്ഥത്തിൽ ആ പഴങ്ങൾ വാങ്ങിയത് കാരണം അന്ന് അവന് കഴിക്കാൻ പണമില്ലായിരുന്നു. അവൻ പട്ടിണിയായിരുന്നു. പഴങ്ങൾ കഴിക്കുന്നതിനിടയിൽ ശാരദാദേവി തന്റെ പഴയകാല ഓർമ്മകളെ കുറിച്ച് രാജുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അമിത്തിന്റെ കുട്ടിക്കാലത്തെ കുസൃതികൾ, അവൻ സ്കൂളിൽ പോകാൻ മടി കാണിച്ചിരുന്നത്, പനി വരുമ്പോൾ രാത്രി മുഴുവൻ തന്റെ മടിയിൽ മാത്രം കിടന്നുറങ്ങിയിരുന്നത് എല്ലാം ആ അമ്മ വേദനയോടെ ഓർത്തെടുത്തു. അവൻ ചെറുതായിരുന്നപ്പോൾ ഞാനില്ലാതെ ഒന്നിനും പറ്റില്ലായിരുന്നു. ഇന്ന് അവൻ എന്നെ ഈ അവസ്ഥയിലാക്കി. അവർ വിതുമ്പിക്കരഞ്ഞു. അവരുടെ സങ്കടം കണ്ട് രാജുവും ഏറെ അസ്വസ്ഥനായി. അവൻ തന്റെ ജീവിതത്തിലെ വലിയ ഒരു ദുരന്തം അവരോട് പങ്കുവെച്ചു. എന്റെ അമ്മയും എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അമ്മേ. പക്ഷെ കടുത്ത രോഗം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ചികിത്സിക്കാനോ എന്റെ കയ്യിൽ പണമില്ലായിരുന്നു. പണമില്ലാത്തത് കൊണ്ട് മാത്രം ചെറുപ്പത്തിലെ എന്റെ അമ്മ എന്നെ വിട്ടുപോയി. അവൻ സങ്കടത്തോടെ പറഞ്ഞു. ആ തണുത്ത ഹോസ്പിറ്റൽ വാർഡിലെ അന്തരീക്ഷം അത്യന്തം വികാരഭരിതമായി മാറി. ചോരബന്ധമില്ലാത്ത ആ 2 പേർക്കിടയിൽ സ്നേഹത്തിന്റെ പുതിയൊരു അദൃശ്യമായ നൂൽ പൊട്ടിമുളയ്ക്കുകയായിരുന്നു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ശാരദാദേവിയെ അന്വേഷിച്ചോ അവരുടെ വിവരങ്ങൾ തിരക്കിയോ ഒരു ബന്ധു പോലും ആ ആശുപത്രി വാർഡിലേക്ക് വന്നില്ല. അവർ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പായ ഒരു ദിവസം ശാരദാദേവി കട്ടിലിൽ കിടന്നുകൊണ്ട് പതുക്കെ തന്റെ തലയിണയുടെ അടിയിലേക്ക് കൈനീട്ടി. അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ തുണിസഞ്ചി അവർ ഏറെ പ്രയാസപ്പെട്ട് പുറത്തെടുത്തു. അതിനുശേഷം അരികിൽ നിന്ന് രാജുവിനെ വിളിച്ച് ആ സഞ്ചി അവനെ നേരെ നീട്ടി. മോനെ രാജു, ഇതിൽ കുറച്ച് പണമുണ്ട്. ഇത് നീ നിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്ക്. എനിക്ക് കഴിക്കാനുള്ള പഴങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങാൻ നീ ഈ തുക ഉപയോഗിച്ചോളൂ. ഇനി എന്നെ ഓർത്ത് നിന്റെ കയ്യിലെ പണം കളയണ്ട. തനിക്കൊരു ഭാരമായി ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ആ അമ്മ സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ രാജു ആ പണം വാങ്ങാൻ ഒട്ടും തയ്യാറായില്ല. അവൻ ഒരു പടി മുന്നോട്ട് മാറി നിന്നു. എന്താണ് അമ്മേ ഈ പറയുന്നത്? അമ്മമാർ ഒരിക്കലും മക്കൾക്ക് ഒരു ഭാരമാകില്ല. എനിക്ക് ഈ പണം വേണ്ട എന്ന് അവൻ സ്നേഹത്തോടെയും ഉറപ്പോടെയും പറഞ്ഞു. ആ മറുപടി കേട്ടതും ശാരദാദേവിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവർ അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. സ്വന്തം ചോര കൈവിട്ട ആ നിമിഷത്തിൽ ദൈവം തനിക്ക് നൽകിയ മകനാണ് രാജു എന്ന് ആ അമ്മയുടെ മനസ്സുറപ്പിച്ചു. അതിനിടയിൽ ആശുപത്രിയിൽ ചില ജീവനക്കാർ രാജുവിന്റെ ഈ പ്രവൃത്തിയെ തെറ്റായ രീതിയിൽ കാണാൻ തുടങ്ങിയിരുന്നു. അവൻ എപ്പോഴും ആ വൃദ്ധയുടെ അരികിൽ നിൽക്കുന്നത് കണ്ട് അവർ അവനെ കളിയാക്കാനും തുടങ്ങി. ഒരു ദിവസം വാർഡിലെ ഒരു ജീവനക്കാരൻ രാജുവിന്റെ അരികിലേക്ക് വന്ന് പരസ്യമായി പരിഹസിച്ചു. നീ എന്താ വലിയ സേവനക്കാരനാണോ? ഈ കിടക്കുന്ന കിളവിയുടെ പേരിൽ വലിയ സ്വത്ത് വല്ലതുമുണ്ടോ? അതൊക്കെ നിന്റെ പേരിലേക്ക് എഴുതി വാങ്ങാനാണോ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്ന് അവൻ ചോദിച്ചു. രാജുവിന് ആ വാക്കുകൾ കേട്ടപ്പോൾ വലിയ വിഷമം തോന്നിയെങ്കിലും അവൻ ആരോടും തർക്കിക്കാൻ പോയില്ല. അവൻ ഒന്നും മിണ്ടാതെ തന്റെ കയ്യിലിരുന്ന ചൂലുമായി ഹോസ്പിറ്റലിലെ തറ തുടയ്ക്കുന്ന ജോലി സങ്കടത്തോടെ തുടർന്നു. എന്നാൽ വാർഡിൽ നടക്കുന്ന ഈ സംസാരങ്ങളെല്ലാം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മീര ശർമ്മയുടെ കാതുകളിലും എത്തി. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ രാജുവിനെ അടിയന്തരമായി തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. രാജു, നിന്റെ ജോലി സമയം കഴിഞ്ഞിട്ടും നീ എന്തിനാണ് ഇപ്പോഴും ആ രോഗിയുടെ കാര്യങ്ങളിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? നീ യഥാർത്ഥത്തിൽ അവരുടെ ആരാണ് എന്ന് ഡോക്ടർ വളരെ ഗൗരവത്തോടെ അവനോട് ചോദിച്ചു. രാജു അല്പം ഭയത്തോടെ തല താഴ്ത്തി വിനയത്തോടെ പറഞ്ഞു. മേഡം, ഞാൻ അവരുടെ ആരുമല്ല. ഞാൻ വെറുമൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. ചെറുപ്പത്തിലെ കടുത്ത രോഗം വന്നിട്ടും ശരിയായി ചികിത്സ നൽകാൻ പണമില്ലാത്തത് കൊണ്ട് മാത്രം എന്റെ സ്വന്തം അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു പോയതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ മറ്റൊരു അമ്മ ഇവിടെ ആരുമില്ലാതെ കിടന്ന് മരിക്കുന്നത് കാണാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ സഹായിക്കുന്നത്. രാജുവിന്റെ ഈ സത്യസന്ധമായ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടറുടെ ഉള്ളൊന്ന് വിങ്ങി. അവിടെ മനസ്സിലെ സംശയങ്ങളെല്ലാം മാറി. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിലെ സോഷ്യൽ വർക്കറായ വർമാജി ഒരു ഫയലുമായി ശാരദാദേവി കിടക്കുന്ന വാർഡിലേക്ക് എത്തി. അദ്ദേഹം അവരുടെ ബെഡിന് അരികിൽ വന്ന് പതുക്കെ സംസാരിച്ചു. അമ്മേ, നിങ്ങളുടെ മകനെ ബന്ധപ്പെടാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സാധിക്കുന്നില്ല. ഇവിടെ നിയമപ്രകാരം നിങ്ങളെ പരിചരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിർത്താൻ കഴിയില്ല. നിങ്ങളെ സർക്കാർ നടത്തുന്ന ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചു. ആ വാക്കുകൾ കേട്ടതും ശാരദാദേവി പൂർണ്ണമായും തകർന്നുപോയി. അങ്ങോട്ട് പോകാൻ അവർക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല.
ആ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് രാജു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. അവൻ വർമാജിയുടെ മുന്നിൽ വന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ അമ്മ ഒരിടത്തും പോകില്ല. ഇവർ വൃദ്ധസദനത്തിൽ കിടക്കേണ്ടവരല്ല. ഈ അമ്മയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും. രാജുവിന്റെ ഈ പെട്ടെന്നുള്ള വാക്ക് കേട്ട് വർമാജി അത്ഭുതത്തോടെ അവനെ നോക്കി. നീ എന്താണ് ഈ പറയുന്നത് രാജു? നീ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയല്ലേ? നിനക്ക് ഇത്രയും വലിയൊരു വൃദ്ധയെ സ്വന്തമായി നോക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. രാജു ഒട്ടും മടിക്കാതെ മറുപടി നൽകി, എന്റെ വീട് വളരെ ചെറുതായിരിക്കാം വർമാജി, പക്ഷെ ഈ അമ്മയെ പൊന്നുപോലെ നോക്കാനുള്ള വലിയൊരു മനസ്സ് എനിക്കുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ മീരിയും രാജുവിന്റെ അരികിലേക്ക് വന്നു. അവൾ അവനെ ഓർമ്മിപ്പിച്ചു, രാജു, നീ എടുക്കുന്നത് വളരെ വലിയൊരു തീരുമാനമാണ്. ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ജീവിതകാലം മുഴുവൻ നീ ഈ അമ്മയെ നോക്കേണ്ടി വരും. നിനക്കതിന് സാധിക്കുമോ? രാജു ഒട്ടും ആലോചിക്കാതെ ഡോക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഒരു പേടിയുമില്ല മാഡം. എനിക്ക് ആകെയുള്ള പേടി ഒറ്റപ്പെടലിനെയാണ്. ഈ അമ്മയെ ഇനിയും ഈ ലോകത്ത് ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഇവരെ നോക്കിക്കൊള്ളാം. രാജുവിന്റെ ആ ധീരമായ തീരുമാനം കേട്ട് വാർഡിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. ആവശ്യമായ എല്ലാ നിയമപരമായ പേപ്പറുകളും എഴുതി ഒപ്പിട്ടതിന് ശേഷം ശാരദാ ദേവിയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള അനുമതി ഹോസ്പിറ്റൽ അധികൃതർ നൽകി. അവർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായപ്പോൾ രാജു വേഗം പുറത്തുപോയി തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം മുഴുവൻ എടുത്ത് ഒരു കടയിൽ ചെന്നു. വില കൂടിയതല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു പുതിയ കോട്ടൺ സാരി അവൻ വാങ്ങി വാർഡിലേക്ക് തിരിച്ചെത്തി. അവൻ അത് ശാരദാ ദേവിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. അമ്മേ, ദയവായി ഈ പുതിയ സാരി എടുക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇന്ന് മുതൽ നമ്മൾ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് എന്ന് അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ശാരദാ ദേവി ആ പുതിയ വസ്ത്രം വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അവർ വസ്ത്രം മാറി ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് വാർഡിന് പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റലിലെ നഴ്സുമാരും മറ്റു ജീവനക്കാരും അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരിൽ പലവരുടെയും കണ്ണുകൾ സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും നനഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ അരികിലേക്ക് ഡോക്ടർ മീര ശർമ്മ പതുക്കെ നടന്നു വന്നു. അവർ ശാരദാ ദേവിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, അമ്മേ, നിങ്ങൾ വലിയൊരു ഭാഗ്യവതിയാണ്. സ്വന്തം ചോരബന്ധങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചപ്പോൾ അതിനേക്കാൾ എത്രയോ മുകളിലുള്ള വലിയൊരു മകനെയാണ് ദൈവമായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ശാരദാ ദേവി പതുക്കെ പുഞ്ചിരിച്ചു. അവർ ഡോക്ടറോട് പറഞ്ഞു, അല്ല ഡോക്ടർ സർ, സ്വന്തം മകൻ ഉപേക്ഷിച്ച് എനിക്ക് ദൈവം ഈ കുഞ്ഞിലൂടെ ഒരു പുതിയ ജന്മമാണ് നൽകിയിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ശാരദാ ദേവി ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല. രാജു അവരോട് ചോദിച്ചു, എന്താണ് അമ്മേ പിന്നിലേക്ക് നോക്കാത്തത്? അപ്പോൾ അവർ വളരെ ശാന്തമായി മറുപടി നൽകി, ഇനി ആ ഹോസ്പിറ്റലിൽ നോക്കാൻ എനിക്ക് ഒന്നുമില്ല മോനെ. എന്റെ നല്ല ഓർമ്മകളെല്ലാം ഇനി നിന്റെ കൂടെയാണ്. രാജു അവരെ പതുക്കെ നഗരത്തിലെ ഒരു ചെറിയ ചേരി പ്രദേശത്തുള്ള തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുകളിൽ ടിൻഷീറ്റ് മേഞ്ഞ ഒരു ചെറിയ കട്ടിലും ഒരു അടുപ്പും കുറച്ച് പാത്രങ്ങൾ മാത്രം സൂക്ഷിച്ചിട്ടുള്ള വളരെ ചെറിയൊരു കൊച്ചു മുറിയായിരുന്നു അത്. തന്റെ വീടിന്റെ അവസ്ഥ കണ്ട് ആ അമ്മയ്ക്ക് വിഷമമാകുമോ എന്ന് കരുതി രാജു അല്പം സങ്കടത്തോടെയും ഭയത്തോടെയും പറഞ്ഞു, അമ്മേ, ക്ഷമിക്കണം, എന്റെ ഈ വീട് വളരെ ചെറുതാണ്. എന്നാൽ ശാരദാ ദേവി അതൊന്നും ഒട്ടും കാര്യമാക്കിയില്ല. അവർ ആ കൊച്ചു വീടിന് ചുറ്റും നോക്കിയ ശേഷം രാജുവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, വീട് ചെറുതാണോ വലുതാണോ എന്നതിലല്ല കാര്യം, മനുഷ്യന്റെ മനസ്സാണ് വലുതാക്കേണ്ടത്. നിന്റെ ഈ മനസ്സ് ഈ വലിയ ലോകത്തേക്കാൾ എത്രയോ വലുതാണ്. ഈ കട്ടിലിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സമാധാനം എന്റെ കൊട്ടാരത്തിൽ പോലും കിട്ടിയിട്ടില്ല. ഇന്നു മുതൽ നീയും ഞാനും ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല, നമ്മൾ രണ്ടുപേരും ചേരുന്നതാണ് നമ്മുടെ പുതിയ കുടുംബം. ആ വാക്കുകൾ കേട്ടപ്പോൾ രാജുവിന്റെ മനസ്സിലെ എല്ലാ ഭയവും മാറി. അവർ ഒത്തിരി നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ആഴ്ചകൾ വളരെ വേഗത്തിൽ കടന്നുപോയി. രാജുവിന്റെ സ്നേഹത്തോടെയുള്ള പരിചരണവും നല്ല ആഹാരവും കാരണം ശാരദാ ദേവിയുടെ ആരോഗ്യം പൂർണ്ണമായും തിരിച്ചു കിട്ടി. അവർ ഇപ്പോൾ പഴയതുപോലെ രോഗിയല്ലായിരുന്നു. അവർ രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് ആ കൊച്ചു വീടും പരിസരവും വൃത്തിയാക്കി വെക്കും. രാജുവിന് രാവിലെ ജോലിക്ക് പോകാൻ ആവശ്യമായ നല്ല സ്വാദുള്ള ആഹാരം സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു നൽകും. വൈകുന്നേരങ്ങളിൽ അവർ ആ ചേരിയിലെ ചെറിയ വീടിന്റെ വാതിലിന് മുന്നിൽ വന്നിരിക്കും. അവിടെ ഇരുന്ന ചെറിയ കുട്ടികളെ സ്നേഹത്തോടെ അനുഗ്രഹിക്കാനും അയൽപക്കത്തുള്ളവരോട് വിശേഷങ്ങൾ സംസാരിക്കാനും തുടങ്ങിയതോടെ അവർ ആ ചേരിയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയായി മാറി. ഒരു ദിവസം വൈകുന്നേരം ഹോസ്പിറ്റലിലെ കഠിനമായി ജോലി കഴിഞ്ഞ് വരാൻ രാജുവിന് അല്പം വൈകിപ്പോയി. അവൻ വേഗത്തിൽ നടന്ന് വീടിന് മുന്നിലെത്തിയപ്പോൾ ശാരദാ ദേവി ഉത്കണ്ഠയോടെ വാതിലിൽ കാത്തു നിൽക്കുന്നത് കണ്ടു. അവൻ അകത്തേക്ക് കയറിയ ഉടൻ തന്നെ അവർ പതുക്കെ വഴക്ക് പറയാൻ തുടങ്ങി. നീ എന്താണ് മോനെ ഇത്രയും വൈകിയത്? ഞാൻ ഉണ്ടാക്കി വെച്ച ആഹാരമെല്ലാം ആകെ തണുത്തു പോയി. ഇത്രയും നേരം ഒരു അമ്മയെ ഇവിടെ കാത്തു നിർത്താമോ?
എന്ന് അവർ തികച്ചും ഒരു യഥാർത്ഥ അമ്മയുടെ സ്നേഹത്തോടെ അവനെ ശാസിച്ചു. ആ വഴക്ക് കേട്ടപ്പോൾ രാജുവിന് വലിയ സന്തോഷമാണ് തോന്നിയത്. കാരണം തന്നെ കാത്തിരിക്കാനും തനിക്ക് വേണ്ടി വഴക്ക് പറയാനും ഒരു അമ്മയുണ്ടെന്ന സത്യം അവൻ തിരിച്ചറിയുകയായിരുന്നു. അവൻ ഒത്തിരി നാളുകൾക്ക് ശേഷം സങ്കടമെല്ലാം മറന്ന് മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചു. സ്വന്തം ചോരബന്ധങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഒരു പാവം അമ്മയ്ക്ക് അന്യനായ ഒരു മകൻ പുതിയൊരു ജീവിതം നൽകിയപ്പോൾ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട് അനാഥനായി ജീവിച്ച ഒരു മകന് സ്നേഹത്തിന്റെ വലിയൊരു തണലാണ് കാലം തിരികെ നൽകിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങൾ ചോര കൊണ്ട് മാത്രമല്ല, പരസ്പരം സ്നേഹിക്കുന്ന നല്ല ഹൃദയങ്ങൾ കൊണ്ടാണ് എഴുതപ്പെടുന്നതെന്ന് ആ കൊച്ചു വീട്ടിലെ വലിയ സന്തോഷം ലോകത്തോട് വിളിച്ചു പറയുന്നു.